ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരാളുടെ ഒരു വീഡിയോ കണ്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. സീരിയസ്ലി, നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിഞ്ഞാ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സുനിത ദേവദാസും സീക്രട്ട് ഏജന്റും തമ്മിൽ നല്ല സൗഹൃദത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? അതോ പ്രത്യേകിച്ച് സുനിതയ്ക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നോ സീക്രട്ടിനോട്? എന്താണെന്നറിയത്തില്ല, എന്താ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. കൊല്ല വിളിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം കൊല്ലാനും വേണ്ടി എന്ത് ചെയ്തു കുട്ടി അവൻ നിന്നോട്? ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. എന്തായാലും കേൾക്കാം. കുറച്ച് ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ പറ്റിയിട്ടുള്ള ഇൻട്രോ ആണ് പൊളി, ഒന്നും പറയാനില്ല. ഒരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എന്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞപ്പോ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. ഈ ഒരു സാധനത്തിൽ അവൾ ചേർത്തിരിക്കുന്ന ഇത് കേൾക്കണം. ഇവനെ സൂക്ഷിക്കുക, സുഹൃത്തുക്കളുടെ ചോര ഊറ്റുന്ന രക്തരക്ഷസ്. കൊള്ളാം കേട്ടാ. ഇത് മോഡറേറ്റ് തെറിവാണ്. അല്ല ചുമ്മാ ഭാമോനെ ഖാമോനെ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഇതൊക്കെ ഇടുന്നത്. രക്തരക്ഷസ്, ജന്തു, വൃത്തികെട്ട സാധനം, കൊയപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മോഡറേറ്റഡ് തെറികളാണ്. കേൾക്കട്ടെ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോഴാണ് സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. അഖിലിന്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRDയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിൽ 99% മനുഷ്യന്മാർ. പോയിന്റ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ സുനിതയ്ക്കൊപ്പം തന്നെയാണ്. കിടുക്കാച്ചി സാധനം, അതങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ബാക്കിയുള്ളവരെടുത്ത് വെച്ച് പറയുന്നത് പോലെയല്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കാം. പല സുഹൃത്തുക്കളും ഇങ്ങനെയാണ്. ഞാൻ നിന്റെ ചങ്ങാതിയാണ്, ഉറ്റ ചങ്ങാതിയാണ്, ബ്രോ ആണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പിന്നീന്നൊരു കുത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവൻ്റെ ചങ്ങാതിയല്ല, രക്തരക്ഷസെന്ന്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ സുഹൃത്തുക്കൾ എനിക്കുമുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ച് പറഞ്ഞത്. സെയിം ടു യു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ബാക്കി കേൾക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിലിനാദ്യമായിട്ട് കീപ്പ് ചെയ്യുന്നു. ഈ നാറി ഉണ്ടല്ലോ, ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺസ് നമ്പർ ഒക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ. തള്ളേ കിക്ക്. എനിക്കൊന്ന് സുനിതയുടെ അടുത്തും പോയിട്ടുണ്ടാവും കിക്കിന്. ഇപ്പം ഇവർ തമ്മിൽ എന്തോ നല്ല തകരാറുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. കിക്ക് എന്ന സംഘടന തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, അതിനകത്ത് 10ഓളം പേര് വരുന്നുണ്ട്. 9ഓളം വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ വളരെ ക്രമക്കേട് ഉള്ള ആൾക്കാരാണ് എന്നുള്ളത്. അതിൽ തലപ്പത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലേക്ക് വരാം. അത് സുനിത തന്നെ കൊണ്ടുവരട്ടെ. ഇൻഫ്ലുവൻസർമാരുമായി അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പം മനുഷ്യമൃഗം നാറി. ഇതൊക്കെ നല്ല സൂപ്പർ തെറികളാണ്. ഈ തെറികളൊക്കെ അത്യാവശ്യം നമ്മുടെ സമൂഹം അംഗീകരിച്ചതാണ്. ഷെഫീന ബീബി എന്തെങ്കിലും പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇത്തരം തെറികളൊക്കെ അക്സെപ്റ്റബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞു അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആയി വിളമ്പും. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത്. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. ഈ മനുഷ്യമൃഗത്തിന്റെ സംഘടനയിൽ മല്ലു ട്രാവലർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. മല്ലു ട്രാവലർ ശരിയാണോ തെറ്റാണോ ഈ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്. അതിലറിയണം സുനിത, ആ വിഷയം മല്ലു ട്രാവലിന്റെ വിഷയം സുനിത അറിയണം.
അറിയില്ലെങ്കിൽ അറിഞ്ഞിട്ട് വേണം അത് സംസാരിക്കാൻ. ആ വിഷയം നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് സായിയുടെ ഭാഗത്താണ് ന്യായമെന്ന് ഞാൻ പറയും. കാരണം കൂടെ നിൽക്കുന്നവൻ കുതികാല് വെട്ടിയാൽ അത് പറഞ്ഞു കൊടുക്കണം. അയാൾ ഒരു സോഷ്യൽ ഈവലാണ്. മല്ലു ട്രാവലർ ചെയ്തത് എന്താണെന്ന് വല്ല ഗ്രാഹ്യവുമുണ്ടോ? അത് ഞാൻ മുമ്പൊരിക്കൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുത്തം തള്ളി മറിക്കല്ലേ എന്ന്. മറ്റൊരു രാജ്യത്തെ പെൺകുട്ടി ഇവിടെ വന്ന് അപകടത്തിൽ പെട്ടാൽ ആ രാജ്യവുമായിട്ടുള്ള നമ്മളെ സർവ്വ പ്രശ്നവും വഷളാകും. എല്ലാം കൊണ്ട് പ്രശ്നത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അവരുടെ രാജ്യത്തെ പൗരൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം. ആ രാജ്യത്തെ പൗരൻ ഇവിടെ വെച്ച് എന്ത് അപകടം സംഭവിച്ചാലും ഇവിടുത്തെ ഗവൺമെന്റ് അതിന് ഭയങ്കരമായ ഉത്തരവാദികളാകും. അത് പറഞ്ഞപ്പോൾ തള്ളി മറിക്കണമെന്ന് പറഞ്ഞു. തള്ളലൊന്നും അല്ല, അതാണ് കറക്റ്റ്. സൗദി വനിത വന്നിട്ട് അവളെ മൊളസ്റ്റ് ചെയ്തു എന്ന് കൃത്യമായി അവളൊന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്നവരെല്ലാവരും കൂടെ ചേർന്ന് അവളെ ആക്രമിക്കാനല്ലേ നിന്നത്. അങ്ങനെ ഒരു വൃത്തികേട് ചെയ്ത ഒരു വ്യക്തി മറ്റുള്ള പെൺകുട്ടികൾ എത്രയോ പേര് വന്നു മല്ലു ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞിട്ടും നമ്മളാരും വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ആ പെൺകുട്ടി മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന കുട്ടിയാണ്. അതിനോട് അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഷൂട്ടി ഉണ്ടാവും. പിന്നെ CCTV നോക്കാൻ പറഞ്ഞു. ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യയെ മാത്രം വിളിച്ചു ചേർത്ത് സംസാരിക്കാൻ ഇവനാരി? പിന്നെ അവൻ്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യ വന്ന് കൃത്യമായ കാര്യം പറഞ്ഞു. അന്നൊക്കെ അത് പബ്ലിഷ് ചെയ്ത വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എനിക്കിതിന് കൃത്യമായിട്ട് അറിയാം. മല്ലു ട്രാവലർ എന്ന് പറയുന്നവൻ്റെ ആധികാരികത അന്വേഷിക്കാതെ അവന് വേണ്ടിയിട്ട് ഈ സംസാരിച്ചത് മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വൾഗാരിറ്റി ആയിപ്പോയി. ആ പാട്ട് എന്നാലും അതിനകത്ത് സായി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സംഘടനയെ നമ്മളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അതും പറയുന്നുണ്ട് സുനിത. അത് കേൾക്കാം. ഈ മനുഷ്യമൃഗം ചെയ്തതാണ്. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല, ഈ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളി പറഞ്ഞു. അതുപോലെ ഞാൻ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കിയെന്ന് നോട്ടീസ് ഇറക്കി. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്തായെന്നല്ല. ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് പോയിന്റ്, ആ പോയിന്റ് കറക്റ്റ്. കാരണം കൂടെ നിൽക്കുന്ന ഒരാൾക്കിട്ട് ഇങ്ങനെ ഒരു ഭാര വെച്ചത് തെറ്റാണ് എന്ന ആംഗിളിൽ അത് പോയിന്റ്. പക്ഷേ മല്ലു ട്രാവലിനെ വെച്ചത് പറഞ്ഞത് തെറ്റുണ്ട് സർ. അതെനിക്ക് ഒബ്ജക്ഷൻ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും, വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളി പറയും. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി മലരൻ. അടുത്ത വേർഡ് കിട്ടി. ഇത്ര നേരം വിളിച്ചു തരാം. മലരൻ സൂപ്പർ. എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക എന്തോ സാമൂഹ്യ സേവനം നടത്തുകയാണോ? മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഞാനൊരു ഭീകര സംഭവം ഓർക്കുകയാണ്. ബിഗ് ബോസ് നടക്കുന്ന കാലം ഇവൻ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് ഇതുവരെ പറഞ്ഞത് ഓക്കെ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒരു റിയാക്ഷൻ വീഡിയോ കാരം മൊത്തത്തിൽ ഒരു പറച്ചിലുണ്ടല്ലോ, അത് ശരിയാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം സുനിത ദേവദാസ് ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിഗത ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യാറില്ലേ? അതെന്താ? അത് അവരുടെ ക്വയറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ചില വിഷയങ്ങളിൽ, ഇൻസിഡന്റുകളിൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഇതിപ്പം കൊണേശന് സപ്പോർട്ടാണെന്ന് വെച്ചാൽ ഐ ആം നോട്ട് സപ്പോർട്ടിങ് ഹിം, ബട്ട് സുനിത പറഞ്ഞതിൽ ഒരു ചെറിയ ഇത് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ആ ബാക്കി കേൾക്കാം. ജാസ്മിൻ ജാഫറുടെ രക്ഷിതാവെന്നാണ്. ജാസ്മിൻ ജാഫറും അസ്ലാം മാർലിയും ഒക്കെ ഉൾപ്പെട്ട പിണക്കം, അവര് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്ക കേസിൽ ഇവൻ അവരെ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന മട്ടിൽ ഇടപെടുന്നു. എന്നിട്ട് ആ കുഞ്ഞു പെൺകുട്ടികൾ, ജാസ്മിനെ ഞാൻ കുഞ്ഞു പെൺകുട്ടി എന്നാ ഇപ്പോഴും പറയാം, ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഇവൻ ജാസ്മിനെതിരെ ഏറ്റവും നീചമായ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ ആരും ആ കുട്ടിയെ കുറിച്ച് ഈ പിശാച് ചെയ്തത്ര വൃത്തികെട്ട വീഡിയോകൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പോ ഏകദേശം സായിക്ക് മനസ്സിലായില്ലേ? സായി, ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമാണെന്ന്. സത്യത്തിൽ ഇതാണ് സത്യം. ഇവനാണ് ഏറ്റവും കൂടുതൽ അതിനെ ഡീഗ്രേഡ് ചെയ്തത്. അന്നത്തെ ആ ഇഷ്യൂ, അസ്ലാം മാളിയും പിന്നെ ജാസ്മിൻ ജാഫറും തമ്മിലുള്ള ഇഷ്യൂ, അതില് ഞാനാണ് കുഴപ്പമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നതായി കാണിച്ച് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇല്ലാത്ത ക്രൈമിൽ അവരെ ഇൻവോൾവ് ചെയ്യിച്ച് ഈ പ്രശ്നത്തിന്റെ മുഴുക്ക മൂല കാരണം സായിയാണെന്ന് ഞാൻ അന്നു മുതലേ പറയുന്നതാണ്. അന്ന് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കുറേ പേരും കൂടെ ഉണ്ടേ.
ഞാനൊന്നും പറയുന്നില്ല, ലിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്. ഞാൻ എന്ന വ്യക്തിയെ ഇല്ലാണ്ടാക്കാൻ എന്തൊക്കെ ഈ പന്നം ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? എൻ്റെ മകൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എൻ്റെ മകൻ. അവൻ ഉൾപ്പെടെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു എന്നെ കൊട്ടേഷൻ കൊടുത്തില്ലേ, എൻ്റെ അനിയനിക്ക് ഇങ്ങനെ വന്നില്ലേ, ഒരു വാക്കൊരു മാപ്പ് അവൻ്റെ ഭാഗത്തുനിന്ന്. എന്നിട്ട് ഇവൻ വൈൽഡ് കാർഡായി അതേ ബിഗ് ബോസിൽ ജാസ്മിന്റെ സീസണിൽ ബിഗ് ബോസിനകത്ത് പോയി. അവിടെ ചെന്ന ഉടൻ ഇവൻ കാല് മാറി ജാസ്മിൻ ജാഫറിന് ഏഷണയും നുണയും പറഞ്ഞു കൊടുത്ത് ഷോ തന്നെ അട്ടിമറിച്ചു. ജാസ്മിന്റെ മാനസിക നില തകരാറിലാക്കി. അർദ്ധ സത്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ മാനസികമായി തകർത്തു. എന്തെല്ലാമാണ് ഈ നാറി എന്ന് ചെയ്തുകൂടെ? നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ജാസ്മിനോട്. ഞാൻ ഓർക്കുന്നുണ്ട് ക്രൂരതകളൊക്കെ. ആ സീസണിലെ പലരുടെയും സ്വകാര്യ ജീവിതം ഇവൻ കണ്ടന്റ് ആക്കി അതിനുശേഷം വീഡിയോ ചെയ്തു. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അധികമായിട്ട് എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ പോയിട്ടൊന്ന് നോക്കുക. ഞാൻ റാൻഡം ഓടിച്ചു നോക്കിയപ്പോ കിട്ടിയ കണ്ടന്റുകൾ പറയാം. 1, എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടി. 2, ദിയ കൃഷ്ണ ഭർത്താവിന് ചിക്കൻ കൊടുത്തില്ല. 3, പ്രവീണും അനിയൻ പ്രണവും തല്ലുകൂടി. 4, തൊപ്പിയും ഷമീറും പിണങ്ങുമ്പോ തൊപ്പിയെ വിളിക്കും, ഷമീറിനെ വിളിക്കും. 2 കണ്ടന്റ് ആക്കിയിടുക. 5, ലോറി ഉടമ മനാഫിന്റെ വിഷയത്തിൽ, അർജുൻ വിഷയത്തിൽ ഇവൻ ചെയ്ത നാറിത്തരങ്ങൾ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. 6ാമത്തെ കണ്ടന്റ് അഹാന കൃഷ്ണയും അമ്മൂമ്മയും തല്ലുകൂടി. സത്യമായിട്ട് ഇതൊക്കെ ഇവന്റെ കണ്ടന്റ് ആണ്, ഞാൻ വെറുതെ പറയുന്നല്ല. 7, രേണു സുധിയെ വിറ്റിവൻ തിന്നതിന് കയ്യും കണക്കില്ല. എന്നും ആ സ്ത്രീയെ കണ്ടന്റ് ആക്കും. എന്നിട്ട് അവർക്ക് ക്യാൻസർ വന്നപ്പോ വീണ്ടും ഇതേ തെണ്ടിത്തരം ചെയ്തു. ബന്ധം പറഞ്ഞു, വീട്ടിൽ പോയി വിവരം ചോദിച്ചു, ക്യാൻസർ സ്ഥിരീകരണ വീഡിയോ ചെയ്തു. എന്നിട്ടൊരു നാടകം AC വാങ്ങിക്കൊടുക്കൽ, അതും കണ്ടന്റ്. അപ്പോൾ അതായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ക്ലാരിഫിക്കേഷനാണ് അങ്ങോട്ട് ചെന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കില്ലാടിയിടാ നിന്നെ ഞാൻ സമ്മതിച്ച് കില്ലാടി കിടുക്കച്ചി. അവന്റെ സുദ്ധി ഇതൊക്കെ കണ്ട് കരഞ്ഞു. അതിനറിയില്ല ഇതൊന്നും തോന്നുന്നു. ഇവനെ സുഹൃത്താക്കി വെക്കുന്നവർ സൂക്ഷിക്കുക. ഇവൻ ആരുടെയും സുഹൃത്തല്ല, വെറും ഒളിച്ചു നോട്ടക്കാരൻ മാത്രം. പിന്നെ കുറെ കാലം ഹനാൻ ഷായുടെ പുറകെ നടന്നു, വിക്കി തഗിന്റെ പുറകെ നടന്നു, സഞ്ജു ടെക്കിയുടെ പുറകെ ഒന്നും വണ്ടി കേസൊന്നും അല്ല. അവന്റെ ബ്രേക്കപ്പ്, പഴയ കാമുകി ഫസ്മിനയുടെയും തൊപ്പിയുടെയും മറ്റു കാമുകന്മാരുടെയും പുറകെ നടക്കുക. സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹെൽനോസ് പാർട്ടിയെ കുറിച്ച് വരെ കുത്തിയിട്ട വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു എടുത്തോണ്ട് ഞാൻ പാട്ടക്കൊച്ച് അന്ന് എന്നെ വിളിച്ച് കുറച്ച് വിഷമവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വാസ്തവമാണ്. പാട്ട ഇപ്പൊ കിടന്നങ്ങ് ഡൂഡു എടുത്ത് വെച്ച് കൊടുത്തതിൻ്റെ അന്ന് വിഷമത്തോടെ വിളിച്ച് സങ്കടവും പറയുന്നുണ്ടായിരുന്നു. പാട്ടയ്ക്ക് അത് മനസ്സിലാകുമായിരിക്കും. എന്തോ ലിസ്റ്റ് നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പോയി റാൻഡം യൂട്യൂബിൽ ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായ ഏറ്റവും വലിയ ചതിയായിട്ട് തോന്നി ഇവൻ ജാസ്മിൻ ജാഫറോട് ചെയ്തു. ഇപ്പോ ഈ പുതിയ വീഡിയോയുമാണ്. ജാസ്മിൻ ബിഗ് ബോസിനകത്ത് ആയതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവൻ അവളോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണ്. പല വീഡിയോയും ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ എന്ന പേരിൽ, കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിൽ ആ കുട്ടിയുടെ ജീവിതം തകർത്തവരിൽ മുൻപന്തിയിൽ നിന്നവനാണ് സീക്രട്ട് ഏജന്റ്. കൃഷ്ണ ഫാമിലിയിലെ ആ 4 പെൺകുട്ടികളെ കുറിച്ച് ഇവൻ എന്തെല്ലാം വീഡിയോ ആണ് ചെയ്തത്. രേണു സുധിയും മകനെയും ഒക്കെ ഇങ്ങനെ വിറ്റതിന് ഒരു ഉളുപ്പുണ്ടാവില്ല. സ്ഥിരം ഒറ്റുകേന്ദ്രങ്ങളുണ്ട് ഇവന്. ഇതുപോലെ ഈ മനുഷ്യമുഖത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല. പക്ഷെ ഇവന്റെ പുതിയ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. ഇവരെയൊക്കെ സുഹൃത്താക്കുന്നവർ സൂക്ഷിക്കുക. അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നാളെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ഇവൻ തെരുവിൽ വിൽക്കും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ ഫോൺ കോൾ വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ഇവൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, വിവരം ചോർത്താൻ വേണ്ടിയാണ്. മാക്സിമം എരിവും പുളിയുമുള്ള കഥ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിളിയാണത്. അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. അത് നിന്റെ ഇഷ്ടം, നീ ചെയ്യാതിരിക്കുക ചെയ്യേ. പക്ഷെ അതിന് റിയാക്ഷൻ വീഡിയോ, കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നിട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കും. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. എന്തുവാ ഇത്? കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാശ് അമ്മാതിരി കൊടുപ്പായി പോയി എന്നുള്ളതാണ്. എന്നാൽ ഇത്രയും ദേഷ്യം വരെ എന്തു പറ്റി വെച്ചേ? നിങ്ങൾ തമ്മിൽ മാജിക് പ്ലാനറ്റുമായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്ന് ഞാനല്ലേ ഒരു വോയിസ് പുറത്തിട്ടത്, നിങ്ങൾ അവനും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് അവനെ പൂട്ടാൻ വേണ്ടി കളിച്ചെന്ന്. ഇപ്പോൾ അത് പൊളിഞ്ഞല്ലേ. അന്ന് എന്തുവായിരുന്നു, സുനിത ദേവദാസ് നിരന്തരം വീഡിയോ ഇടുന്നുണ്ടായിരുന്നു മാജിക് പ്ലാനറ്റിന് അഗൻസ്റ്റ് ആയിട്ട്.
ഒടുവിൽ ഞാൻ പോയി അവിടുത്തെ റിയാലിറ്റി എന്താണെന്നുള്ളത് പബ്ലിക്കിന് കൊണ്ടുവന്ന് നേരിട്ട് പോയി കണ്ട് കൊടുത്ത ശേഷം 2 അണ്ണാക്കി പിരിവെട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നിരിക്കും. ഇവൻ പറയുന്ന നുണയും വിശ്വസിച്ചിട്ട് അതിന് അഗൻസ്റ്റായിട്ട് ഇറങ്ങി തിരിച്ച സുനിതയ്ക്ക് അന്ന് കിട്ടിയ തിരിച്ചടിയാണ്. പക്ഷെ അത് പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചു എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ഇക്ഷ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്, കുറേ നാളായിട്ട് പറയുന്നുണ്ട്, കൂടെ നിന്നിട്ട് കുതികാല് വെട്ടുന്ന ഒരു പരിപാടി. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എനിക്കുമുണ്ട് അങ്ങനത്തെ ഭയങ്കര സ്നേഹമായിട്ട് ഭയങ്കര സൗഹൃദം കീപ്പ് ചെയ്തിട്ട് നമുക്കിട്ട് പണിത ആളുകൾ നമുക്കൊപ്പമുണ്ട്. അത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി നമ്മളെ ചതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് പറഞ്ഞാൽ തീരത്തില്ല. എന്തോ 2 പേർക്കിടയിൽ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മേ ബി ഇനി സുനിതയ്ക്കെതിരെ എന്തെങ്കിലും എവിഡൻസ് കൊണ്ട് ഇവൻ കൊണ്ടുവരുമായിരിക്കും, അവസ്ഥ കൊണ്ടുവരുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം സുനിത ഈ ചാടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ തെറി പറയാല്ലേ, ഈ തെറി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണ തെറിയാണ്. എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ പറ്റി പറയുന്നത്? വൃത്തികെട്ട ജന്തു, നരഭോജി, മറ്റത് മറിച്ചത്, മലരി, ഇതൊന്നും തെറിയായിട്ട് അംഗീകരിക്കത്തില്ല. നമുക്കാണല്ലോ ആ പേര് വീണിരിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് തെറിയാണ്. ആർക്കും ഒരു ബാധകവും ഇല്ലാത്ത കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചാൽ അത് തെറി. ഡിക്ഷണറി ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ അങ്ങ് കൊല വിളിച്ച് തീർത്തു വെച്ചിരിക്കുന്നു. എന്തായാലും പറഞ്ഞതൊക്കെ കാര്യം ഒരെണ്ണം ഒഴിച്ച്, മല്ലു ട്രാവലർ ഒഴിച്ച് ബാക്കിയൊക്കെ പുള്ളിക്കാരത്തിയുടെ കറക്റ്റായിട്ടുള്ള അനലൈസേഷനാണ്. മല്ലു ട്രാവലറിനെതിരെ എടുത്ത നടപടിയെ ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് സൂപ്പർ നടപടിയായിരുന്നു. അത് പിടിച്ചുവിടേണ്ടത് തന്നെയാണ്. പിന്നെ അവനെ ചേർത്ത് പിടിക്കണോ? അതേപോലെ തൊപ്പിയുടെ കേസ്, തൊപ്പി ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്നല്ലേ പറയേണ്ടത്. അതും കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ കൂട്ടുകാർക്കൊപ്പം നിന്ന്, പ്രത്യേകിച്ച് ജാസ്മിൻ ജാഫറിൻ്റെ ഒപ്പം നിന്നിട്ട് അവൻ കാണിച്ച പരിപാടി അതേപോലെ തന്നെയാണ് അസ്ലാം ആലിയുടെ കൂടെ നിന്നിട്ടും 2 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചതും അത് കോംപ്രമൈസ് ചെയ്യാനോ ഒതുക്കാനോ അവൻ ശ്രമിച്ചിട്ടില്ല. അതിനകത്ത് ഭയങ്കരമായിട്ട് അവൻ പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആകെ മൊത്തത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരാളാണ്. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നേരിടാൻ പോകുന്ന ആക്രമണം നിസ്സാരമൊന്നും ആയിരിക്കത്തില്ല. അതൊരു തിരിച്ചറിവാണ്. ഇവർക്ക് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഇട്ട് കൊടുക്കും, കംപ്ലീറ്റ് ഇരുന്ന് റിപ്പോർട്ട് അടിക്കും, എൻ്റെ ചാനൽ ഡൗൺ ആക്കാനുള്ള മാക്സിമം കളികൾ കളിക്കും. അതായത് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അണ്ടർ വേൾഡ്, അതിൻ്റെ കിങ് ആണ്. അപ്പോൾ അതേപോലുള്ള സാധനങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഐ എം വെയിറ്റിംഗ്. എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. ഞാനെന്ന ബ്രാൻഡിന് വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഇതേ സാധനം എനിക്കെതിരെയൊക്കെ ഇഷ്ടംമാതിരി കളിച്ചപ്പം ഞാനും ജിനു ഗോപിയും കൂടെ ചേർന്നാണ് സ്ട്രൈക്ക് കൊടുത്തപ്പം വന്ന് കാലി പിടിച്ച് കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങനെയൊന്നും വരത്തില്ല. പോയി എന്ന് വിചാരിക്കും, അടുത്തൊരെണ്ണം ഉണ്ടാക്കുക. കാരണം സ്റ്റാർ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ ചാനൽ 107Kയുടെ ചാനൽ അടിച്ച് കളയുന്നതിൻ്റെ ചുക്കാൻ പിടിച്ചവനാണ്. എൻ്റെ കുട്ടീനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തവനാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ലജ്ജാതി എമ്മാതിരിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല, മൂല്യവും ഇല്ല, ആർക്കും അത് മനസ്സിലാവത്തില്ല. ഇന്നലെ എൻ്റെ ടൈം ലൈനിൽ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് സീക്രട്ട് ഏജൻറ്റെ പോയി കാണും. നിങ്ങൾ ഇനിയും അവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഇനിയും കുറേ മനുഷ്യർ അവനെ വിശ്വസിച്ചിട്ട് അവൻ ഭയങ്കര സംഭവമാണെന്ന് കൊണേശനെടുത്ത് തലയെ വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു വാക്കിന് വ്യവസ്ഥയോ കൃത്യമായി ആരോടെങ്കിലും ഒരു നീതിയോ ഒരു ഇതോ അയാൾക്കുണ്ടെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. സോ ഞാൻ എന്തായാലും ഇത് കടമടങ്ങുന്നു. എനിക്കിട്ട് സ്ട്രൈക്ക് അടിക്കാൻ നിൽക്കേണ്ട, ഞാൻ വീട്ടിൽ തന്നെ ഒരു ടെക്നീഷ്യനെ വളർത്തി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അത് സ്ട്രൈക്ക് പൊട്ടിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്കിനേക്കാൾ ഉപരി കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റിൽ കൂടെ തന്നെ ആ സപ്പോർട്ട് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.